നമസ്കാരം. വംശനാശം സംഭവിച്ച ഒരു ജീവിവർഗത്തെ ഒരു നൂറ്റാണ്ടിന് ശേഷം വീണ്ടും ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുക എന്നത് ഏതൊരു സയൻസ് ഫിക്ഷൻ സിനിമയും വെല്ലുന്ന വിസ്മയകരമായ വാർത്തയാണ്. 1936 ടാസ്മാനിയയിലെ ഹോബർട്ട് മൃഗശാലയിൽ വെച്ച് ബെഞ്ചമിൻ എന്നു പേരുള്ള അവസാനത്തെ ടാസ്മാനിയൻ കടുവ മരിച്ചതോടെ ആ ജീവിവർഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടുവെന്നാണ് ലോകം കരുതിയിരുന്നത്. എന്നാൽ 130 വർഷങ്ങൾക്കിപ്പുറം അത്യാധുനിക ജനിതക ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ഈ ഭൂതത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഗവേഷകർ. ഡി എക്സ്റ്റൻഷൻ എന്ന ഈ പ്രക്രിയ വിജയിച്ചാൽ അത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങളിൽ ഒന്നായി മാറും. ടാസ്മാനിയൻ കടുവകൾ യഥാർത്ഥത്തിൽ പുലികളോ കടുവകളോ അല്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത. കടുവകളെപ്പോലെ പുറത്ത് വരകളുള്ളതിനാലാണ് അവയ്ക്ക് ആ പേര് ലഭിച്ചത്. കങ്കാരുക്കളെയും കോലുകളെയും പോലെ കുഞ്ഞുങ്ങളെ സഞ്ചിയിൽ വളർത്തുന്ന മാർസൂപ്പിയൽ വിഭാഗത്തിൽപ്പെട്ട മാംസബുക്കുകളായിരുന്നു ഇവ. ഓസ്ട്രേലിയയിലും ടാസ്മാനിയയിലും സ്വൈര്യമായി വിഹരിച്ചിരുന്ന ഈ ജീവികൾക്ക് വംശനാശം സംഭവിച്ചത് മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമായിരുന്നു. കൃഷിയിടങ്ങളിലെ കന്നുകാലികളെ ഇവ വേട്ടയാടുന്നു എന്ന് തെറ്റായി വിശ്വസിച്ച മനുഷ്യർ ഇവയെ കൊന്നൊടുക്കുവാൻ വൻതോതിൽ പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുകയും 19ാം നൂറ്റാണ്ടോടെ ഇവയുടെ വംശനാശത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്കൻ ബയോടെക്നോളജി കമ്പനിയായ കൊളോസൽ ബയോസയൻസും മെൽബൺ സർവകലാശാലയിലെ ഗവേഷകരും ചേർന്ന് ഈ ജീവിയെ തിരികെ കൊണ്ടുവരാൻ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള ടാസ്മാനിയൻ ടൈഗറുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭ്രൂണങ്ങളിൽ നിന്നും DNA വേർതിരിച്ചെടുക്കുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചു കഴിഞ്ഞു. ഈ ജനിതക ഘടന ഉപയോഗിച്ച് ടാസ്മാനിയൻ ടൈഗറുമായി ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഫാറ്റെയിൽഡ് ഡുണാർട്ട് എന്ന ചെറിയ ജീവിയുടെ കോശങ്ങളിൽ മാറ്റം വരുത്തുകയാണ് ലക്ഷ്യം. ക്രിസ്പർ എന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ടാസ്മാനിയൻ ടൈഗറിന്റെ DNA കോശങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് കൃത്രിമ ഗർഭപാത്രത്തിലൂടെയോ അല്ലെങ്കിൽ സമാന വർഗത്തിൽപ്പെട്ട മൃഗങ്ങളിലൂടെയോ ഇവരെ വീണ്ടും ജനിപ്പിക്കാനാണ് ശ്രമം. ടാസ്മാനിയൻ ടൈഗറുകളെ തിരികെ കൊണ്ടുവരുന്നത് കേവലം ഒരു പരീക്ഷണമല്ല, മറിച്ച് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ വരുത്തിയ വലിയൊരു പിഴവ് തിരുത്താനുള്ള ശ്രമം കൂടിയാണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ പ്രധാന വേട്ടക്കാരനായിരുന്ന ഇവയുടെ തിരോധാനം ഓസ്ട്രേലിയൻ കാടുകളിലെ സന്തുലിതാവസ്ഥയെ തകർത്തിരുന്നു. ഇവ തിരിച്ചെത്തുന്നതോടെ കാടുകളിലെ മറ്റ് മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കപ്പെടുകയും ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ കൊണ്ടുവരുന്നത് പ്രകൃതിയുടെ സ്വാഭാവിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും അടുത്ത 10 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ടാസ്മാനിയൻ ടൈഗർ കുഞ്ഞ് പിറക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ലോകം. വെബ് ഡെസ്ക് തത്തുമൈ TV.